തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, അവന്റെ കുറ്റമല്ല, അവന്റെ കുറവല്ല. അവൻ അങ്ങനെ ആകാൻ കാരണം, നിന്റെ തലമുറ നശിക്കാൻ കാരണം, അതിന്റെ പുറകിൽ മറഞ്ഞിരുന്ന് വെല്ലുവിളിക്കുന്ന ഒരു പൈശാചിക ശക്തി. ഇത് അവന്റെ കുറ്റമല്ല, ഇത് അവൻ അങ്ങനെ ആയതല്ല. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശാപശക്തിയുണ്ട്. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. നിന്റെ മക്കളെ നീ കുറ്റപ്പെടുത്തരുത്. കാരണം അവനെ അങ്ങനെ ആക്കുന്ന, മറഞ്ഞു ഇരുന്ന് പോരാടുന്ന ഒരു ശക്തി. അതിനെ തിരിച്ചറിയണമെങ്കിൽ നീ യേശുവുമായി ബന്ധം വേണം. നിന്റെ തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകാൻ പറ്റാതെ, നിന്റെ തലമുറയുടെ വിവാഹത്തെ ബ്ലോക്ക് ചെയ്ത്, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ തകർത്ത്, അവനെ നശിച്ച കൂട്ടുകെട്ടുകൾക്ക് അകത്താക്കി, അവനെ കൊലപാതകിയാക്കുവാൻ, അവനെ ലഹരി മരുന്നിന് അടിമയാക്കുവാൻ, അവൻ അപ്പനമ്മമാരെ അടിക്കുന്നവരാക്കുവാൻ, അവൻ എവിടെ ചെന്നാലും സ്ഥിരതയില്ലാതാക്കുവാൻ, അവൻ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ പൂട്ടാൻ, അവൻ മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ അവൻ സ്വയം നശിപ്പിക്കുന്ന രീതിയിൽ നിന്റെ തലമുറയോട് പോരാടുന്ന ചിലതിനെ ആത്മാവ് പറയുക, നീ ആത്മാവിൽ കയറി ആരാധിച്ച് ഇന്ന് ആ തലമുറയോട് പോരാടുന്ന, നിന്റെ തലമുറയുടെ ഭാവിയെ കെട്ടുന്നതിനെ ഇന്ന് നീ ആത്മാവിൽ വെട്ടണം.